കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് നമ്മുടെ നാടിനെ നടുക്കിക്കൊണ്ട് വയനാട്ടിൽ ഒരു ദേശീയ ദുരന്തം തന്നെ ഉണ്ടായി എന്ന് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ വാണിമേൽ പഞ്ചായത്തിലെ വിലങ്ങാട് നരിപ്പറ്റ പഞ്ചായത്തിൻ്റെ മേഖലകളിൽ വന്ന് വലിയ തോതിൽ ഉരുൾപൊട്ടലിൻ്റെ സാഹചര്യത്തിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഏറെ പ്രിയങ്കരനായ മാത്യു മാസ്റ്റർ നമുക്ക് നഷ്ടപ്പെട്ടു. കുത്തിയൊഴിക വെള്ളത്തിൽ പോയി ഈ മാഹിപ്പുഴ വാണിമേൽപ്പുഴ ഒഴുകുന്ന പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കുട്ടിയും അപ്പുറത്ത് ചെറുപ്പക്കാരനും ആ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണ് ഇതിന് യഥാർത്ഥത്തിൽ നമുക്ക് നല്ല സഹായം ലഭിക്കേണ്ടത്. നമുക്ക് ആ സഹായങ്ങൾ ഇതുവരെ ലഭിച്ചില്ല എന്ന പരിമിതിയുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവിടെ ഇതിനകം വീട് പൂർണ്ണമായും വാഷ് ഔട്ട് ചെയ്തു പോയ തകർന്നു പോയ എല്ലാവർക്കും സാധാരണ അതിൻ്റെ നോംസ് അനുസരിച്ച് 10 ലക്ഷമാണ് ഇതിന് കൊടുക്കാറുള്ളത്. അപ്പോൾ വയനാടിൻ്റെ ദുരന്തവുമായി കണക്കാക്കിക്കൊണ്ട് ഇവിടെയും അത്തരം നടപടികളാണ് സ്വീകരിക്കുക എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അവർക്ക് ജില്ലാ ഭരണകൂടം സ്ഥലം വാങ്ങി വീടുണ്ടാക്കാനുള്ള ആവശ്യമില്ല, ഞങ്ങൾ തന്നെ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 15 ലക്ഷവും, അതിനുശേഷം വീട് യാത്ര തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾ ഭാഗികമായ പ്രശ്നങ്ങളൊക്കെ വന്ന ആളുകൾക്ക് 10 ലക്ഷവും കൊടുക്കണമെന്ന് തീരുമാനിച്ചത്. അതിൽ നേരത്തെ പൂർണ്ണമായി തകർന്ന എല്ലാവർക്കും 15 ലക്ഷം രൂപ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ വേസ്റ്റ് കുറച്ച് കൂടുതലാണ്. അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞ ശേഷമാണ് കൊടുക്കുക. ഏകദേശം ഒരു 18 പേരുടെ ഒരു ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ സമീപ ദിവസങ്ങളിൽ ആ പണം അവർക്ക് നൽകാൻ കഴിയും. പക്ഷെ എന്നാലും ഒട്ടേറെ പരാതികൾ ബാക്കി കിടക്കുന്നുണ്ട്. അതുകൂടി ഒന്നുകൂടി സ്ക്രൂട്ടനൈസ് ചെയ്തതിന് ശേഷം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി, അതിൽ ഗവൺമെൻറ് നേരിട്ട് ഇടപെടുന്നില്ല, അവർ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കും. പിന്നെ ഇതിൻ്റെ ഭാഗമായി തകർന്നുപോയ പാലങ്ങൾ എന്നതിലേക്ക് അന്നിച്ചുള്ള പാലം വലിയ പാലങ്ങൾ ഉണ്ടാക്കാൻ അവകാശം തരും. അതിൻ്റെ അലൈൻമെൻറ്റ് തയ്യാറാക്കിയായിരിക്കണം അതിൻ്റെ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ട് ഒരു ചെറിയ മഴയ്ക്ക് അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങളിൽ തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് പാലങ്ങൾ നിർമ്മിക്കുന്നത്. ടൗൺ പാലവും അതേപോലെ ചെയ്യാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് പ്രതിസന്ധി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ വെള്ളപ്പൊക്കത്തിൽ നമ്മളെ ഈ പാലം തകർന്നതാണ്. അത് നമ്മൾ പുനർനിർമ്മിച്ചു. അതിൻ്റെ സൈഡ് പോയിട്ടുണ്ട്. അതിൻ്റെ സൈഡ് പുനർനിർമ്മിക്കാനുള്ള ഭരണാനുമതി ലഭിച്ച് ടെൻഡറിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ മലയോര ഹൈവേയുടെ ഭാഗമാണ് ഈ റോഡ്. ആ റോഡ് ടെൻഡർ ചെയ്ത് സൊസൈറ്റിയാണ് എടുത്തിട്ടുള്ളത്. നരിപ്പറ്റയിൽ നമ്മുടെ വായാട് കോളനിയുമായി ബന്ധപ്പെട്ട് പാലത്തിന് അതിൻ്റെ താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കാൻ ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഭാഗത്ത് നിന്ന് 4,20,000 ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. പിന്നെ അത്തരം പ്രശ്നങ്ങൾ പിന്നെ ഇപ്പുറത്തുള്ള ഒട്ടേറെ ചെറിയ കൽവർട്ടുകൾ അതുപോലുള്ള ഉണ്ട്. അതിൻ്റെ പ്രപ്പോസൽ ഗവൺമെൻറ്റിന് മുമ്പിൽ കിടക്കുകയാണ്. അതുകൂടി ഇതിൻ്റെ ഭാഗമായി പരിഹരിച്ചെടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഈ ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കടന്നു പോവുകയാണ്. അതിനെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഇനി അങ്ങോട്ട് നമ്മുടെ നാട് ഇത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ആ ദുഃഖകരമായ ഓർമ്മ നമ്മുടെ മനസ്സിൽ കാലത്തും ഒരു വേദനയായി തീരും. ഗവൺമെൻറ് ഭാഗത്ത് ഇതെല്ലാം പരിഹരിക്കാനുള്ള ജാഗ്രതയേറിയ സമീപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനം തുടർന്ന് നടത്തി അത് പരിഹരിക്കും.